ഈ കൂലിത്തല്ലുകാരുടെയും കവലച്ചട്ടമ്പിമാരുടെയും ഭാഷയിൽ നമ്മുടെ ട്രംപ് മച്ചമ്പി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. വിരട്ടോടെ വിരട്ടാണ്. ബോംബിട്ട് കളയും, പാലം തകർക്കും, പവർ പ്ലാന്റുകൾ തകർക്കും, അത് തകർക്കും, ഇത് തകർക്കും, 8-ാം തീയതി മുഴുവൻ തുടച്ചു നീക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ തുടയിൽ പറ്റിയത് മാത്രമേ തുടച്ചു നീക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇറാനെയോ ഇറാൻ്റെ സംസ്കാരത്തെയോ അവരുടെ ചെറുത്തുനിൽപ്പിനെയോ അവരുടെ പോരാട്ടത്തെയോ ഒന്നും അദ്ദേഹത്തിന് തൊടാനേ കഴിഞ്ഞില്ല. വെറും വാചകമടിയിലൂടെ ഹോർമിസിലൂടെ മുഴുവൻ കപ്പലും പോയി വിരട്ടി അത് ഏറ്റു എന്നൊക്കെ പറയുന്നെങ്കിലും ഇറാൻ അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു നിലപാടുമായി ഒറ്റ നിപ്പാണ്. ആ നിൽപ്പിൽ മച്ചമ്പിക്ക് ഒരു രക്ഷയുമില്ല. ഇനി ചർച്ചയില്ല, വെടി പൊട്ടിച്ച് കളയും, അംഗീകരിച്ചില്ലെങ്കിൽ അപ്പ വെടി, അപ്പ ബോംബ് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇത് വെടിയുമില്ല, പുകയുമില്ല, ഒന്നുമില്ല. പിന്നെന്താ ആകെ നടക്കുന്നത്? വിരട്ടോടെ വിരട്ടാണ്. അതിൽ ഏറ്റവും പുതിയ സംഗതി അദ്ദേഹത്തിൻ്റെ അടുത്ത ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റാണ്. ഇറാൻ ഡിസൈഡഡ് ടു ഫയർ ബുള്ളറ്റ് യെസ്റ്റർഡേ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഹോർമിസ്, എ ടോട്ടൽ വയലേഷൻ ഓഫ് അവർ സീസ് ഫയർ എഗ്രിമെൻറ്റ്. മെനി ഓഫ് ദം ആർ എയിംഡ് അറ്റ് ഫ്രഞ്ച് ഷിപ്പ് ആൻഡ് എ ഫ്രൈറ്റ്നർ ഫ്രം ദ യുണൈറ്റഡ് കിങ്ഡം. എന്ന് പറഞ്ഞാൽ അവിടെ ഹോർമിസ് കടലിടുക്കിൽ വെടിനിർത്തലിൻ്റെ എല്ലാ കരാറുകളും ലംഘിച്ച് ഫ്രഞ്ച് കപ്പലിനെയും UK-യെയും വെടിവെച്ചു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ വെടിവെച്ച വാർത്ത വന്നത് ഇന്ത്യൻ കപ്പലിന് നേരെയാണ്. എന്തിനാണ് പുള്ളി ഫ്രഞ്ചും UK-യും പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം യുദ്ധം ചെയ്യാൻ വിളിച്ചപ്പോൾ അങ്ങോട്ട് വരാൻ തയ്യാറാവാത്തവരാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും ശരിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ്. ദിസ് വാസ് നോട്ട് നൈസ്, വാസ് ഇറ്റ്? My representatives are going to Islamabad, Pakistan. They will be there tomorrow evening for negotiation. ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, നാളെ വൈകിട്ട് എൻ്റെ പ്രതിനിധികൾ ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് പോകുന്നുണ്ട്. ഇറാൻ recently announced that they were closing the strait, which is strange because of our blockade has already closed it. ഇവർ പറയുന്നുണ്ട് സ്ട്രൈറ്റ് ഓഫ് ഹോർമിസ് ഇപ്പോൾ അടച്ചു കളയുമെന്ന്. അത് വളരെ അസംഭവ്യമാണ്. കാരണം ഞങ്ങൾ ഓൾറെഡി ഇതെല്ലാം തടഞ്ഞു കഴിഞ്ഞു. ദേ ആർ ഹെൽപ്പിംഗ് അസ് വിത്തൗട്ട് നോയിങ് ആൻഡ് ദേ ആർ വൺസ് ഡു ലോസ് ക്ലോസ് ടു പാസേജ് $500 million എ ഡേ. ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് അവർക്കൊരു ദിവസം $500 million ഈ പറഞ്ഞതുപോലെ നഷ്ടമാകുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലൂസസ് നത്തിങ്. അമേരിക്കയ്ക്കൊന്നും നഷ്ടമാകുന്നില്ല. ഇൻഫാക്ട് മെനി ഷിപ്പ് ആർ ഹെഡഡ് റൈറ്റ് നൗ ടു ദ US, ടെക്സാസ്, ലൂസിയാന ആൻഡ് അലാസ്ക to load up compliments of the IRGC, always wanting to be the tough guy. അമേരിക്കയ്ക്കൊന്നും സംഭവിക്കുന്നില്ല. അമേരിക്കയിലെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ കപ്പലുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഓഫറിങ് എ വെരി ഫെയർ ആൻഡ് റീസണബിൾ ഡീൽ ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ദേ ടേക്ക് ഇറ്റ്. ഞങ്ങൾ വളരെ ന്യായമായ ഒരു കരാറാണ് അല്ലെങ്കിൽ വാഗ്ദാനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അവരത് ഏറ്റെടുക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. കാരണം ഇഫ് ദേ ഡോണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഈസ് going to knock out every single power plant and every single bridge in Iran. എന്തുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവിടുത്തെ എല്ലാ പവർ പ്ലാന്റുകളെയും പാലങ്ങളെയും ഓരോന്നിനെയും ആക്രമിക്കും. നോ മോർ മിസ്റ്റർ നൈസ് ഗൈ. പിന്നൊന്നും ഉണ്ടാവില്ല. ദേ വിൽ കം ഡൗൺ ഫാസ്റ്റ്, ദേ വിൽ കം ഡൗൺ ഈസി ആൻഡ് ഇഫ് ദേ ഡോണ്ട് ടേക്ക് ദ ഡീൽ ഇറ്റ് വിൽ ബി മൈ ഓണർ ടു ഡു വാട്ട് ഹാസ് ടു ബി ഡൺ വിച്ച് ഷുഡ് ഹാവ് ബീൻ ഡൺ ടു ഇറാൻ ബൈ അതർ പ്രസിഡന്റ് ഫോർ ദ ലാസ്റ്റ് 47 years. എന്ന് പറഞ്ഞാൽ അത് ബഹുമാനിച്ചില്ലെങ്കിൽ, അതിനെ അംഗീകരിച്ചില്ലെങ്കിൽ കഴിഞ്ഞ 47 വർഷമായി അമേരിക്കയിലുണ്ടായിരുന്ന പ്രസിഡന്റുമാർ ചെയ്യേണ്ടിയിരുന്നത് എന്താണോ അത് ഞാൻ ചെയ്തു കളയും. ഇറ്റ് ഈസ് ടൈം ഫോർ ദ ഇറാൻ കില്ലിംഗ് മെഷീൻ ടു എൻഡ്. ഇറാൻ്റെ കില്ലിംഗ് മെഷീൻ അവസാനിപ്പിക്കാനുള്ള സമയമാണ് ഇത് എന്നാണ് ട്രംപിൻ്റെ വീമ്പടി. ഓരോ തവണയും വീമ്പടിക്കുമ്പോൾ ഇറാനാകട്ടെ ഒരു പൂടയുടെ വില പോലും കൽപ്പിക്കാറില്ല. എന്ന് പറഞ്ഞാൽ 8 മണിക്ക് ഈ പറയുന്ന സംസ്കാരത്തെ മുഴുവൻ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ ആൾ ഏതാണ്ട് 8 മണി കഴിഞ്ഞപ്പോൾ 1 മണിക്കൂറിനകം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ വിളിച്ച് ഒരു മധ്യസ്ഥ ഫോർമുല വെച്ച് വീണ്ടും സീസ് ഫയർ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇനി നാളെ അത് അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങ് ഉലുത്തും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഈ ഉലത്തൽ പറയുന്നത് കൊണ്ടാണ് ഇതെങ്ങും എത്താതെ പോകുന്നതും. ന്യായമായി അന്തസ്സുള്ള ഏതെങ്കിലും ഭരണാധികാരികൾ ഒരു വശത്തുണ്ടായിരുന്നെങ്കിൽ ഇത് രമ്യമായി പരിഹരിച്ചേനെ. അമേരിക്കയുടെ ഒരു ഗതികേട് വല്ലാത്ത ഗതികേടാണ്. പല യുദ്ധക്കുതിയന്മാരായ പ്രസിഡന്റുമാരും ഒക്കെ കടന്നു പോയിട്ടുണ്ട്.
എന്നാലും ഇതുപോലെ യാതൊരു നെറിയുമില്ലാത്ത വെറി പൂണ്ട ഒരാൾ ഈ കസേരയിൽ വല്ലാത്തൊരു ഗതികേടാണ് ലോകത്തിനും അമേരിക്കയ്ക്കുമൊക്കെ.